അയ്യോ, ഫോൺ ചെയ്യാനും നിന്റെ തന്തയോട് കാശ് ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. ഇടേ അബ്ദു, ഇവള് കുരുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ്. അവസാനം ഇറുകി മുറുകി കിടന്ന് ചക്രശ്വാസം വലിക്കും. ഞാൻ പോണു. നീ ഫോൺ ചെയ്യുന്ന ഇല്ലയോ? ഇല്ല, ചുമ്മാ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ടിപ്പോ അത് ചെയ്തെന്നൊക്കെ പറഞ്ഞ അവക്കെന്താ ഫോൺ ചെയ്താല്? അതിന് എന്റെ ശബ്ദം കേട്ട മനസ്സിലാവില്ലേ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ വിളിച്ചു? എന്റെ കയ്യിൽ ചൈനീസ് ഫോൺ ഉണ്ടായിരുന്നു. അതിൽ പല മോഡും ഉണ്ട്. പല ശബ്ദത്തിലും വിളിക്കാം. കുട്ടീന്റെ ശബ്ദം വേണോ, കിളവന്റെ ശബ്ദം വേണോ, പെണ്ണിന്റെ ശബ്ദം വേണോ, അത് ആണിന്റെ ശബ്ദം വേണോ, അങ്ങനെ ഏത് ശബ്ദത്തിൽ എന്നിട്ട് അതെവിടെ? വിളിച്ചു കഴിഞ്ഞ ഉടനെ ഞാനത് എറിഞ്ഞു കളഞ്ഞു. അല്ലെങ്കിൽ പോലീസ് ഫോൺ ട്രാക്ക് ചെയ്ത് എന്റെ പുറകെ വരും. ഏലിയാമ്മ ഗവേഷണമൊക്കെ നടത്തിയിട്ട് ഇതിനിറങ്ങി തിരിച്ച്. ആ വിളി വിളി വിളിക്ക. വിളി. ബെല്ലടിക്കുന്നു. ഹലോ, തോമാച്ച സാറിനൊന്ന് കൊടുക്കും. ഞാൻ മാതാന്നാര്. എന്തിനാ പേര് പറഞ്ഞത്? അവര് ചോദിച്ചു. പിന്നെ കുടുംബ പേരും അഡ്രസ്സും റേഷൻ കാർഡ് നമ്പറും ഒക്കെ കൊടുക്കാറുന്നില്ലേ? പോലീസിന് പിന്നെ അധികം അന്വേഷിക്കേണ്ടി വരില്ലല്ലോ. ഇങ്ങനെയാണ് ഒരു കിഡ്നാപ്പർ വിളിക്കുന്നത്. ഏമോനെ സാറേ അങ്ങനെന്നൊക്കെ വിളിച്ചിട്ട് എവിടുന്ന് കിട്ടിയാടോ ഇയാളെ? പിന്നെ എന്റെ ജോലി ഡെയിലി രാവിലെ ഇറങ്ങി ഓരോരുത്തരെ കിഡ്നാപ്പ് ചെയ്യലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു തരാം. അവിടുന്ന് ഹലോ എന്ന് പറയുമ്പം എടാ തിണ്ടി നക്കി കഴിവേറി പിശുക്കൻ തോമ ഉണ്ടോടാ അവിടെ നിന്ന് ചോദിക്കണം. അതാരെ? അതെന്റെ അച്ഛനാ. അച്ഛനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് ഞാനല്ലല്ലോ, കിഡ്നാപ്പർ അല്ലേ വിളിക്കുന്നത്. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. നിന്നെ കൊണ്ട് പറ്റുമോ ഇല്ലോ അത് പറ. താൻ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? എന്നിട്ട് അവിടുന്ന് ആരാന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും ഒരു കള്ള പേരങ്ങ് പറയണം. എന്ത് പേര്? എന്തു പേരെന്നൊക്കെ ചോദിച്ചാ ഉദാഹരണത്തിന് വല്ല ബരാക് ഒബാമെന്നോ ഗോർബച്ചോന്നോ അങ്ങനെ വായി വരുന്ന ഒരു പേര്. അതൊക്കെ ഓർക്കാൻ വലിയ പാടാ. എന്തോന്ന് ഇത്ര പാട്? എന്നാ വായിന്ന് പെട്ടെന്ന് വരുന്ന മാതിരി ഓർണം പറ. തുപ്പല്. തുപ്പല്. അതിലും നല്ലൊരു പേരുണ്ട്, ഷർദിൽ. നിനക്ക് പറ്റിയ പേരാ, ഷർദിൽ കുപ്പളേരി. ഇടാ പെട്ടെന്നൊരു പേര് പറയാൻ പറഞ്ഞപ്പോ എടാ ഫോൺ എടുത്തിട്ട് എടാ പട്ടി ഇന്നതാണ് എന്റെ പേരെന്ന് പറയാൻ. ആ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ നിന്റെ അച്ഛന്റെ പേരെന്താ? മരംകോടനൊന്നുമല്ല, മരപ്പട്ടി മമ്മദ്, മരക്കട മമ്മദ്. ആ മമ്മദ് എന്ന് പറയട്ടെ. ആ അത് കൊള്ളാം. ഇവിടൊക്കെ ഒരുപാട് മമ്മദുണ്ട്. അപ്പൊ മാധവേട്ടൻ ഫോൺ എടുത്തോണ്ട് ഇങ്ങനെ തുടങ്ങണം. എടാ തോമാച്ച, ഞാൻ മമ്മദാണ്, നിന്റെ ഉമ്മാന്റെ കെട്ടിയോ. എന്റെ വാപ്പാടെ പേര് വെച്ചിങ്ങനെ തോന്നിയ ഞാൻ വിളിച്ചോളാന്ന്. നിങ്ങൾ വിളിക്കണ്ട, നല്ല തെറിയല്ലേ വേണ്ടത്. ഞാൻ ഏറ്റ്. നീ ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് തന്നെ, എന്നിട്ട് ഇങ്ങോട്ട് മാറുന്നില്ലേ. ബാക്കി കാര്യം ഞാൻ ഏറ്റ്. ഹലോ, ആ തോമ എന്ന് പറഞ്ഞ തെണ്ടി റാസ്കൽ അവിടെ ഉണ്ടോടാ? നീയായിരുന്നു. അയ്യോ അതല്ല, പണം ഞാൻ കൊടുത്തയച്ചു. കർത്താവാണ് സത്യം. ആ ഡ്രൈവർ പോയ അതുകൊണ്ട് മുങ്ങി. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ചോദിക്കുന്ന കാശ് ഞാൻ തരാം. 30 ലക്ഷം വേണം. 30 ലക്ഷമോ? നേരത്തെ 10 അല്ലേ പറഞ്ഞത്? അത് കൊണ്ടുവന്നില്ലല്ലോ. അതിന്റെ ഫൈനും കൂടെ ചേർത്ത് 30 ലക്ഷം ദിർഹംസ് ഇപ്പൊ വേണം. ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോകും? ഇത്രയും പണം ആരെങ്കിലും വീട്ടിൽ വെക്കുവോ? പണം ബാങ്കിൽ നിന്ന് എടുക്കണം. അതിന് പറ്റില്ല. അതെന്ത്, തന്റെ ബാങ്ക് പൂട്ടിയാ? മണി 5 ആയില്ലേ? ഇനിയിപ്പോ ഏത് ബാങ്കിൽ നിന്ന് പണം എടുക്കും? എന്നാ രാവിലെ കൊണ്ടുപോടാ കോപ്പേ. നിങ്ങൾക്കറിയില്ലേ, നാളെ വെള്ളിയാഴ്ച അവധി, മറ്റന്നാൾ നാഷണൽ ഡേ അവധി. ഐ ക്യാൻ ഡ്രോ ദ മണി ഓൺലി ഓൺ മൺഡേ മോർണിംഗ്. യു ഹാവ് ടു വെയിറ്റ് ടിൽ ദെൻ. ദെർ ഇസ് നോ അതർ വേ. നോ. ഇംഗ്ലീഷ് വേണ്ട. നീ ആര് സായിപ്പിനുണ്ടായതാ? മുടിഞ്ഞ ഇംഗ്ലീഷ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 ദിവസം കഴിഞ്ഞേ ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ പറ്റൂ. അത്രയും സമയം എനിക്ക് തരണം. ഓക്കെ, പണം എവിടെ വേണമെന്ന് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ പറയാം. എന്റെ മോള്. നിന്റെ മോള് ആ എരണം കെട്ട അലവലാതി എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. കാശ് കിട്ടിയില്ലെങ്കിൽ തുണ്ടമായി വെട്ടുനുറുത്തി ഞാൻ പട്ടിക്കിട്ടു. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? പനിനീരിട്ട് ചെവി കഴിയണം. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി.